നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലം മാർബസേലിയോസ് ആശുപത്രിയിലെ നഴ്സുമാർ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചേക്കും. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. കാറിടിച്ച് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് യാത്രികൻ മരിച്ചു. കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിനാലാണ് മരണമെന്ന് ആരോപണം. വെള്ളിയാഴ്ച കർഷക ദിനാചരണം നടക്കും. കൃഷിഭവനുകളിൽ മികച്ച കർഷകരെ ആദരിക്കും. വാർത്തകൾ വിശദമായി. കോതമംഗലം മാർബസേലിയോസ് ആശുപത്രിയിൽ നഴ്സുമാർ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിരിഞ്ഞത്. തുടർന്ന് നടക്കുന്ന ചർച്ചകളിലൂടെ അന്തിമ ധാരണ ഉണ്ടാക്കാനാണ് തീരുമാനം. കോതമംഗലം മാർബസേലിയോസ് ആശുപത്രിയിൽ 115 ദിവസമായി നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിനാണ് താൽക്കാലിക വിരാമമായിരിക്കുന്നത്. സംസ്ഥാന ലേബർ കമ്മീഷണർ TT ആന്റണിയുടെ നേതൃത്വത്തിൽ ദീർഘനേരം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ധാരണയായത്. ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ TBയിലെത്തിയത്. ഒത്തുതീർപ്പ് ഫോർമുല VS അച്യുതാനന്ദനാണ് പ്രഖ്യാപിച്ചത്. ആശുപത്രിയിൽ സമരം തുടരുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് നഴ്സുമാരെ തിരികെ പ്രവേശിപ്പിക്കാനാണ് പ്രഥമ ധാരണ. ഇതോടൊപ്പം 3 ഷിഫ്റ്റ് സമ്പ്രദായവും ഏർപ്പെടുത്തും. തുടർന്ന് ഈ മാസം 19-ന് മന്ത്രിതലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ കൂടുതൽ ചർച്ചകൾ നടത്താമെന്നും ധാരണയായിട്ടുണ്ട്. ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ നഴ്സുമാരെയും തിരിച്ചെടുക്കേണ്ടതാണ്. എടുക്കുമെന്നുള്ളതിന് പകരം തിരിച്ചെടുക്കേണ്ടതാണ്. തിരുത്തുന്നു. 2, 3 ഷിഫ്റ്റ് ഏർപ്പെടുത്താൻ നിശ്ചയിച്ചു. സമയക്രമം 7 AM, 1 PM, 1 PM to 7 PM, 7 PM to 7 AM ആയിരിക്കും. 3, 5/3/2012 മുതൽ 23/4/2012 വരെയുള്ള മിനിമം വേതന കുടിശ്ശിക നൽകേണ്ടതാണ്. 4, ശിക്ഷണ നടപടികളോ പ്രതികാര നടപടിയോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതല്ല, ഉണ്ടായിക്കൂടാ. ആശുപത്രി നടത്തിപ്പിന് നഴ്സുമാർ പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ്. 5, 19/8/2012 തൊഴിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ 5/3/2012 ഒപ്പുവെച്ച RALC-യുടെ സാന്നിധ്യത്തിലെ കരാർ നടപ്പിലാക്കുന്നതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ലേബർ കമ്മീഷണർക്കൊപ്പം ജില്ലാ കളക്ടർ ഷെയ്ഖ് ഫരീദ്, സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്, TU കുരുവിള MLA, മുൻ MP K ചന്ദ്രൻപിള്ള, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി തുടങ്ങിയവരും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെയും മാനേജ്മെന്റിന്റെയും പ്രതിനിധികളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. മുഴുവൻ നഴ്സുമാരെയും സ്ഥിരപ്പെടുത്തുക, 3 ഷിഫ്റ്റ് നടപ്പാക്കുക, മിനിമം വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് INA ഉന്നയിച്ചത്. ബോണ്ട് നഴ്സുമാരെ സ്ഥിരപ്പെടുത്താനാവില്ലെന്ന നിലപാടിലായിരുന്നു മാനേജ്മെന്റ്. എന്നാൽ നഴ്സുമാരുടെ ആത്മഹത്യാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന പൊതുധാരണയായിരുന്നു ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് താൽക്കാലിക ഫോർമുലകൾ ചർച്ചയ്ക്കെടുത്തത്. പലവിധ ഫോർമുലകൾ ചർച്ച നടത്തിയതിന് ഒടുവിലാണ് ഇപ്പോഴത്തെ ഫോർമുല അംഗീകരിക്കപ്പെട്ടത്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ നഴ്സുമാരുമായും സമരം നടത്തുന്ന മറ്റു നഴ്സുമാരുമായും VS അച്യുതാനന്ദൻ പിന്നീട് സംസാരിച്ചു. തുടർന്നുള്ള ചർച്ചകളിൽ നഴ്സുമാർക്ക് അനുകൂല തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് VS ഉറപ്പു നൽകിയിട്ടുണ്ട്. സമരം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ നഴ്സുമാരെയും തിരികെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെട്ടിരുന്നു. എന്നാൽ നഴ്സുമാർ വിയോജിച്ചതോടെയാണ് അന്ന് നടക്കാതെ പോയത്. ബിനോയ് വിശ്വം, ES പിജിമോൾ MLA തുടങ്ങിയവരും നഴ്സുമാരെ സന്ദർശിച്ചിരുന്നു. കോതമംഗലത്തെ മുഴുവൻ ജനങ്ങളുടെയും വികാര സമരത്തിന്റെ ഭാഗത്താണ്. അതിന് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, പാർട്ടിയില്ല, മതമില്ല, ഒന്നുമില്ല. അതിനൊറ്റ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ: ന്യായം, നീതി. അത് മാത്രം. അതുകൊണ്ട് നീണ്ടുപോയാലും അതുകൊണ്ട് സമരം അനാഥമാകാൻ പോകുന്നില്ല. സമരത്തിന്റെ ശക്തി കൊടുക്കുകയുള്ളൂ.
കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ നഴ്സുമാരുടെ സമരം ശക്തമായി തുടർന്നു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ 3 നഴ്സുമാർ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ തുടർന്നപ്പോൾ ആശുപത്രിക്ക് മുൻപിൽ മറ്റു നഴ്സുമാരും സമരാനുകൂലികളായ നാട്ടുകാരും ഉപരോധവും ധർണയും നടത്തുകയായിരുന്നു. ഹർത്താലും പൂർണ്ണമായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ 9 മണിയോടെ 3 നഴ്സുമാർ ആത്മഹത്യാ ഭീഷണിയുമായി ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ കയറിയതിനെ തുടർന്ന് ശക്തമായ നഴ്സ് സമരം ഏറെ തീവ്രതയോടെയാണ് വ്യാഴാഴ്ചയും നടന്നത്. 3 നഴ്സുമാരും കെട്ടിടത്തിന് മുകളിൽ കഴിയുകയായിരുന്നു. റോഡിൽ ധർണയും ഉപരോധവും തുടർന്നു. സമരവുമായി ബന്ധപ്പെട്ട് നടന്ന അതിക്രമങ്ങൾക്ക് പിന്നിൽ മാനേജ്മെന്റ് ആണെന്ന ആരോപണമാണ് സമരസഹായ സമിതി ചെയർമാൻ ജോയി അബ്രഹാം ഉന്നയിച്ചത്. നമ്മുടെ ഭാഗത്ത് ഒരുവിധ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കൂടാ. ഇന്നലെ നമ്മൾ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ചില ഏറെടുത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ പോലീസ് അധികാരികളെ കണ്ണുറപ്പിക്കാൻ പര്യാപ്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം. അപ്പൊ തീർച്ചയായിട്ടും ഗാന്ധിയൻ സമരമാണ് ഈ കുട്ടികളടക്കം സ്വീകരിക്കുന്നത്. സമരത്തില് സത്യാഗ്രഹ സമരം അടക്കം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് പിന്നെ തീർച്ചയായിട്ടും ഇന്നലത്തെ സമര ദിവസം ലോകം ശ്രദ്ധിക്കുന്ന ഇത്രയും കാര്യങ്ങൾ വന്നത്. ഇനിയും നമ്മൾ ക്ഷമാപൂർവ്വം നിൽക്കുകയാണ്. കാരണം പലരും ഇടപെടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കളക്ടറടക്കം ഗവൺമെന്റിന് ശക്തമായിട്ട് ഇടപെടിക്കുവാൻ തീരുമാനമെടുത്താണ് അദ്ദേഹം ഇന്നലെ പിന്നെ പിൻവാങ്ങി യാത്രയായി പോയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നമ്മൾ അക്രമത്തിന്റെ ബാധയിലേക്ക് തിരിയുവാൻ നമ്മൾ ആരും മനസ്സ് കാണിക്കാൻ പാടില്ല. സമരത്തിനിടെ സംഘർഷാവസ്ഥ പലതവണ ഉടലെടുത്തു. മുനിസിപ്പൽ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കെ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സമരം ചർച്ച ചെയ്യാനെത്തിയ സംസ്ഥാന ലേബർ കമ്മീഷണറുടെ വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിലും പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട താലൂക്ക് ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. ബസ് സർവീസുകൾ പൂർണ്ണമായി മുടങ്ങി. വ്യാപാര സ്ഥാപനങ്ങളും തുറന്നില്ല. സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും മുടങ്ങി. സ്കൂളുകളിൽ ഓണപരീക്ഷയും നടത്താനായില്ല. ആത്മഹത്യാ ഭീഷണി മുഴക്കി സമരം നടത്തുന്ന നഴ്സുമാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി. പ്രശ്നത്തിൽ തീർപ്പുണ്ടാകണമെന്നും നഴ്സുമാരെ സന്ദർശിക്കുന്നതിനും ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനുമായി കോതമംഗലത്തെത്തിയതായിരുന്നു KC റോസക്കുട്ടി. തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാവി വളരെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം വളരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഹർത്താലാണെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ എത്താം എന്ന് വിചാരിച്ചത്. ഭക്ഷണമൊന്നും എടുക്കാതെ ഇത്രയും സമയം ഇരിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കത് സാധിക്കുന്ന ഒന്നല്ല. അപ്പോഴും എന്തായിരുന്നാലും നമുക്ക് തീരുമാനം ഉണ്ടാക്കണം. കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ വിദ്യ എന്ന നഴ്സിന്റെ കുടുംബം ബാങ്കിൽ അടയ്ക്കേണ്ടത് 4 ലക്ഷത്തോളം രൂപ. ഉപ്പുകണ്ടം അമ്പലത്തുപാറ രമണിയുടെ മകളാണ് വിദ്യ. 2006 കോതമംഗലം SBI ശാഖയിൽ നിന്നുമാണ് ഇവർ വായ്പയെടുത്തത്. 3 സെന്റ് സ്ഥലവും വീടുമാണ് പണയപ്പെടുത്തിയത്. BSc നഴ്സിംഗ് പഠനവും 1 വർഷത്തെ ബോണ്ടും കഴിഞ്ഞ ശേഷം 1 വർഷമായി ട്രെയിനിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വിദ്യ എന്ന് രമണി പറഞ്ഞു. മിനിമം ശമ്പളം പോലും ലഭിക്കാതെ വരികയും വായ്പ തിരിച്ചടയ്ക്കാനാവാതിരിക്കുകയും ചെയ്തതോടെയാണ് വിദ്യ സമരത്തിന് തയ്യാറായത് എന്ന് രമണിയും മറ്റു ബന്ധുക്കളും ചൂണ്ടിക്കാട്ടി. അവളെ എൻ്റെ കുടുംബത്തെ അത്തറി അവൾ പഠിപ്പിച്ചൊരു വരുമാനമാകുമെന്ന് വിചാരിച്ചാ പഠിപ്പിച്ചത്. സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അടയ്ക്കാൻ പോലും ഇല്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? കാറിടിച്ച് വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ രക്തം വാർന്നു മരിച്ചു. ഉപ്പുകണ്ടം കിഴക്കുംപറമ്പിൽ ജോർജാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 8:30 തങ്കളത്ത് വെച്ചാണ് അപകടം നടന്നത്. ബൈക്കിൽ പോകുകയായിരുന്ന ജോർജിനെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. കാൽ ഒടിഞ്ഞു തൂങ്ങി റോഡിൽ വീണ ജോർജിനെ ആശുപത്രിയിൽ എത്തിക്കാതെ കാർ യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. റോഡിൽ കിടന്ന സമീപവാസികൾ ജോർജിനെ കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തായിരുന്നതിനാൽ ജോർജിന് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കഴിയാതിരിക്കുകയും മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വൈകുകയും ചെയ്തു. പിന്നീട് ഏറെ വൈകിയാണ് ജോർജിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചത്. അപ്പോഴേക്കും അവശനായ ജോർജ് പുലർച്ചെ 2 മണിയോടെ മരിക്കുകയും ചെയ്തു. കാലിനുണ്ടായ പരിക്ക് മാത്രമാണ് ജോർജിന് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇത് മരണകാരണമാകുമായിരുന്നില്ല. ചികിത്സ വൈകിയതാണ് ജോർജിന്റെ മരണത്തിന് കാരണമായത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ സ്വാതന്ത്ര്യദിന റാലിയെ തടസ്സപ്പെടുത്തിയ സംഭവത്തെ മുനിസിപ്പൽ കൗൺസിലിന്റെ അടിയന്തര യോഗം അപലപിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചെയർമാൻ KP ബാബു വ്യക്തമാക്കി. ആ കൗൺസിലിൽ മൊത്തത്തിലുണ്ടായ അഭിപ്രായം അതിനെ അപലപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദേശീയവൽക്കരണ റാലിയെ തടഞ്ഞു എന്നുള്ളത്, ഈ തടഞ്ഞത് ആര് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ആ തടഞ്ഞതിന്റെ പേരിൽ അതിനെ അപലപിക്കുന്നു. മുനിസിപ്പൽ ചെയർമാന്റെയും ഭരണമുന്നണിയുടെയും നിലപാടിനെ വിമർശിക്കുന്ന സമീപനമാണ് LDF കൗൺസിലർമാർ സ്വീകരിച്ചത്. റാലി തടയുന്ന പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ലെന്നും LDF വ്യക്തമാക്കി.
നഴ്സുമാരുടെ സമരത്തോട് ചെയർമാനും ഭരണമുന്നണിയും മുഖം തിരിച്ചതിലുള്ള പ്രതിഷേധമാണ് ചിലർ പ്രകടിപ്പിച്ചതെന്ന് കൗൺസിലർ അഡ്വക്കേറ്റ് അഭിലാഷ് വി മധു ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ അടിയന്തര കൗൺസിൽ യോഗം ആവശ്യമില്ലാത്ത ഒരു അജണ്ടയായിരുന്നു. ഇന്നലെ നടന്ന സ്വാതന്ത്ര്യാഘോഷ റാലി തടസ്സപ്പെടുത്തി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയർമാൻ അടിയന്തര കൗൺസിൽ വിളിച്ചത്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെ ഒരു യാതൊരുവിധ തടസ്സത്തോടെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഈ നേഴ്സിംഗ് സമരം 4 മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു നടപടിയെടുക്കാതെ നേഴ്സിംഗ് സമരത്തെ പ്രതികൂലമായി ചിന്തിക്കുന്ന ചെയർമാനും കൂട്ടരുമാണ് ഈ കൂടെയുള്ളത്. അതിനൊരു നടപടിയെടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇന്നലെ ഒരു സാമൂഹ്യ വിരുദ്ധരോ അങ്ങനെ അഴിഞ്ഞാട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ചില വികാരപ്പെടണമെന്ന് നടന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യാഘോഷ റാലി തടസ്സപ്പെടുത്തിയിട്ടില്ല. അതിനെതിരെ ചെയർമാൻ പ്രമേയത ഞങ്ങൾ പ്രതികൂലിക്കുകയാണ് ചെയ്തത്. നെല്ലിക്കുഴി പഞ്ചായത്ത് 7ാം വാർഡിലെ കരിപ്പൻചിറ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശ്രീദേവി ബാബു ദേശീയ പതാക ഉയർത്തി. നേരിമംഗലം മണിമരുതും ചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ വാർഡ് മെമ്പർ ജിനി പൗലോസ് ദേശീയ പതാക ഉയർത്തി. വ്യാപാരി വ്യവസായി സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ട്രഷററായിരുന്ന വാച്ചാക്കൽ ഏനുവിന്റെ നിര്യാണത്തിൽ യൂണിറ്റ് കമ്മിറ്റി യോഗം അനുശോചനം രേഖപ്പെടുത്തി. OE അബ്ബാസ്, മൈദീൻ കുന്നേക്കുടി, കാസിം സർഗം, MN ബാലഗോപാലൻ, KM സലീം, KM താഹ എന്നിവർ പ്രസംഗിച്ചു. ആയുർവേദ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കരിദിനം ആചരിച്ചു. ആയുർവേദ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന നയങ്ങൾ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻസ് തിരുത്തണമെന്നായിരുന്നു ആവശ്യം. സംസ്ഥാനത്തെ 12 ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കരിദിനാചരണത്തിൽ പങ്കെടുത്തതായി പാക്ടോ ജനറൽ സെക്രട്ടറി ഡോക്ടർ K ശ്രീജിത്ത് അറിയിച്ചു. ചരമറിയിപ്പ്. മൈലൂർ വട്ടക്കുടിയിൽ ഹമീദ് ലബ്ബ നിര്യാതനായി. 85 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോതമംഗലം മാർബൽ സേലിയോസ് ആശുപത്രിയിലെ നഴ്സുമാർ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചേക്കും. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. കാറിടിച്ച് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് യാത്രികൻ മരിച്ചു. കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിനാലാണ് മരണമെന്ന് ആരോപണം. വെള്ളിയാഴ്ച കർഷക ദിനാചരണം നടക്കും. കൃഷിഭവനുകളിൽ മികച്ച കർഷകരെ ആദരിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.